രാത്രിയിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫോൺ നോക്കിയാൽ കണ്ണിൻ്റെ കാഴ്ച കുറയോ? അയ്യോ എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്? അങ്ങനെ കുറയുമായിരുന്നെങ്കിൽ ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ എന്നെ അന്ധന്മാരായേനെ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഓവർനൈറ്റ് വെളിച്ചമില്ലാതെ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാഴ്ച കുറയൊന്നുമില്ല, പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 2 ഹോർമോൺസിനെ പറ്റി നിങ്ങൾ അറിയണം. ഫസ്റ്റ് വൺ, കോർട്ടിസോൾ അഥവാ വേക്കപ്പ് ആൻഡ് സ്ട്രെസ് ഹോർമോൺ. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ചല്ലേ. കോർട്ടിസോൾ ആണ് നമ്മുടെ ബോഡിയുടെ എനർജി, ഫോക്കസ്, മെറ്റബോളിക് ഫങ്ഷൻസ്, അതുപോലെ തന്നെ സ്ട്രെസ് റെസ്പോൺസ്, ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 6 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് ഈ ഹോർമോണിൻ്റെ ആക്ഷൻ മാക്സിമം ആയിരിക്കും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാണ്. സെക്കൻഡ് വൺ ആണ് മെലറ്റോണിൻ. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിളും അതുപോലെ തന്നെ ഒരു സ്ലീപ്പിംഗ് ടൈം ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ മെലറ്റോണിൻ ഹോർമോണാണ്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ കോർട്ടിസോൾ കൂടുതലായിരിക്കും, മെലറ്റോണിൻ കുറവായിരിക്കും. നൈറ്റ് ആകുമ്പോൾ മെലറ്റോണിൻ കൂടുതലായിരിക്കും, കോർട്ടിസോൾ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ സ്ക്രീനിൽ നിന്നും ഹൈ എനർജിയുള്ള വിസിബിൾ നൈറ്റ് ടൈം വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ കരുതും ഇവൻ ഈ അടുത്തൊന്നും ഉറങ്ങാൻ പോകുന്നില്ല, വെറുതെ എൻ്റെ മെലറ്റോണിൻ വേസ്റ്റ് ആക്കണ്ടെന്ന്. നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ. അങ്ങനെ വരുമ്പോൾ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ദിസ് വിൽ റെഡ്യൂസ് ഓവറോൾ സ്ലീപ്പ് ക്വാളിറ്റി. അതുകൊണ്ട് നൈറ്റ് ടൈം ഫോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ച ഒന്നും കുറയില്ല, പക്ഷെ ഉറക്കം കുറയും. കുറച്ച് കൂട്ടി പറഞ്ഞു, അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. അപ്പോൾ ബെറ്റർ ഉറങ്ങുന്നതിൻ്റെ കുറച്ച് ടൈം മുന്നേ ഫോണും എല്ലാം സൈഡാക്കുക. അപ്പോൾ മെലറ്റോണിനും വരും, ഉറക്കവും വരും. ഓക്കെ, ബൈ.